നമ്മുടെ ഇന്നത്തെ വിഷയം ഉടമ്പടി എന്ന വിഷയമാണ്. ഉടമ്പടി ദൈവവുമായി, ഉടമ്പടി മനുഷ്യനുമായി, ഉടമ്പടി മൺവിഗ്രഹങ്ങളുമായി, ഇങ്ങനെ പലതരത്തിൽ മനുഷ്യർ ഉടമ്പടി ചെയ്യുന്നുണ്ട്. ഒരു ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്? എന്താണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ? രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കരാറ് പോലെ, ഒരു കരാറ് പോലെ. ഈ വ്യക്തികൾ മരണപ്പെട്ടാലും ഈ കരാറ് നിലനിൽക്കും അല്ലേ? അതെ അതെ, നിലനിൽക്കാറുണ്ടോ? നിലനിൽക്കാറുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം പറയാമോ അങ്ങനെ നിലനിൽക്കുന്നതായിട്ട്? എന്തെങ്കിലും ഓർമ്മയിൽ വരുന്ന എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്. പണ്ട് രാജാക്കന്മാരുടെ ഭരണകാലത്ത് അവർ ചെയ്ത ഏതാണ്ട് ഒരു കരാറാണ്. ആ കരാർ അന്ന് ഉടമ്പടി ചെയ്ത രാജാക്കന്മാരും അവരുടെ വംശവും ആ ഭരണമൊക്കെ പോയിട്ടും ആ ഉടമ്പടി കരാർ ഇന്നും നിൽക്കുന്നു എന്ന് നമ്മൾ ആ മുല്ലപ്പെരിയാറിൻ്റെ വിഷയങ്ങളിൽ മീഡിയകൾ വഴി നമ്മൾ വായിച്ചത് നമുക്ക് ഓർമ്മയുണ്ടാവും. ശരിയല്ലേ? ശരിയല്ലേ? അപ്പം ഒരു പേപ്പറിൽ എഴുതി രണ്ട് കൂട്ടർ സൈൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ സൈനിന് വാല്യൂ ഉണ്ട്. അപ്പോൾ അതൊരു ഉടമ്പടിയാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് കർത്താവായ ദൈവവുമായി ഒരു കൂട്ടം ജനം നടത്തുന്ന ഒരു ഉടമ്പടിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ദൈവം വന്ന് തൻ്റെ ജനവുമായി ഉടമ്പടി നടത്തുന്നതാണ് നമ്മളത് കാണുന്നത്. ദൈവം വന്ന് ആദ്യമായി ഉടമ്പടി നടത്തുന്നു. എന്താണ് ഇങ്ങനെ ഉടമ്പടി എന്നൊരു വിഷയവുമായി വരാൻ കാരണം? അനേകർ ഉടമ്പടി എടുത്ത് മാനസിക രോഗികളാകുന്നവർ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉടമ്പടി എടുത്ത് മാനസിക രോഗികളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? കേട്ടിട്ടുണ്ട്. ഓരോ ദേവാലയത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഉടമ്പടി എടുത്തതിനെ പ്രതി ഈ മെന്റൽ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതായത് അസാധാരണമായ അവൻ ഒരാൾ മാനസിക രോഗിയായാൽ അദ്ദേഹത്തിൻ്റെ അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങൾ, അയൽക്കാർ ഇവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാകുന്നു. ശരിയല്ലേ? സ്വയം ദ്രോഹിക്കുന്ന തരത്തിൽ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിൽ വിവേകമില്ലാത്ത ഒരു ഹൃദയമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും അല്ലേ? ശരിയല്ലേ? അതൊരു അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ? കേട്ടിട്ടുണ്ട്. ഉണ്ട് അല്ലേ? ശരി. ഇപ്പം ഇത് പറയുമ്പോൾ ചിലർ ഉടമ്പടി എടുത്ത ആൾക്കാരുണ്ട്. അവർ ചോദിക്കും, ഞങ്ങൾ വിവാഹ ഉടമ്പടി എടുത്തവരാണല്ലോ ഞങ്ങൾ മാനസിക രോഗികളാകുമോ എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. വിവാഹ ഉടമ്പടി, ഇവിടെ പറഞ്ഞു വരുന്ന വിവാഹ ഉടമ്പടിയെക്കുറിച്ചോ മറ്റേതെങ്കിലും സംഭവമല്ല. ജീവിക്കുന്ന ദൈവവുമായിട്ടുള്ള ഉടമ്പടി കളഞ്ഞ് മറ്റേതെങ്കിലും വ്യക്തികളുമായോ മറ്റേതെങ്കിലും വസ്തുക്കളുമായോ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് മാനസിക രോഗം ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ചരിത്രപരമായും ബൈബിൾ പരമായുമുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് നമ്മുടെ ദൈവത്തെ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊന്ന് സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് നമുക്കൊന്ന് സ്തുതിക്കാം. നമ്മൾ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നോഹയുമായി ദൈവം ഉടമ്പടി നടത്തിയിട്ടുണ്ട്. അബ്രഹാമുമായി ദൈവം ഉടമ്പടി നടത്തിയിട്ടുണ്ട്. മോശയുമായി, ദാവീദുമായി ഒക്കെ തമ്പുരാൻ കർത്താവ് ഉടമ്പടി നടത്തിയ സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. അബ്രഹാമുമായി നടത്തിയ ഉടമ്പടിയിൽ തൻ്റെ ഒരു കൂട്ടം ജനത്തിൻ്റെ മേൽ അടയാളം ധരിക്കുന്നത് കാണുന്നുണ്ട്. ഉടമ്പടിയുടെ അടയാളം ശരീരത്തിൽ ധരിക്കുന്നത് അബ്രഹാമിൻ്റെ കാലഘട്ടം മുതലാണ്. ആ അടയാളം എന്താണ്? പരിച്ഛേദനം എന്ന് പറയുന്ന അടയാളമാണ് ശരീരത്തിൽ നടത്തുന്നത്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും കർത്താവിൻ്റെ ഉടമ്പടിയെ അവൻ ഉറപ്പിക്കുന്നു. എന്തിനാണ് ഉറപ്പിക്കുന്നത്? നിങ്ങൾ എൻ്റെ സ്വന്തം ജനവും ഞാൻ നിങ്ങളുടെ സ്വന്തം ദൈവവുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മക്കളും ഞാൻ നിങ്ങളുടെ പിതാവുമായിരിക്കും. അങ്ങനെ ഒരപ്പൻ മകൻ ബന്ധത്തിൽ അത്യുന്നതനായ ദൈവം ഒരു കൂട്ടം ഗ്രൂപ്പിനെ തൻ്റെ സ്വന്തമാക്കി തിരഞ്ഞെടുക്കാൻ, അവരോടൊപ്പം നടക്കാൻ, അവരോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരു ഗ്രൂപ്പിനെ വിശുദ്ധീകരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ അതിനകത്തുണ്ട്, ദൈവം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ഒരു കുടുംബമായി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ സംരക്ഷണവും ചുമതലയും ആ തലമുറയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ദൈവമാണ്. സ്തോത്രം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹബന്ധത്തിലാണ് ഈ ദൈവവുമായി ഉടമ്പടിയെടുത്ത ഗ്രൂപ്പിനെ ദൈവം മുന്നോട്ട് കൊണ്ടുപോയതെന്നുള്ളത് ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവിടെ മറ്റൊരു സംഭവമുണ്ട്. ദൈവവുമായി എടുത്ത ഉടമ്പടി ഏതെങ്കിലും കാലഘട്ടത്തിൽ ജനങ്ങളോ നേതാക്കന്മാരോ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ന്യായാധിപന്മാരോ രാജാക്കന്മാരോ ആരെങ്കിലും ആകട്ടെ, ഇവരാരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്ന്
അന്നത്തെ കാനാനിക ബാൽ ദൈവങ്ങളുടെ മുൻപിലോ മറ്റേതെങ്കിലും അന്നത്തെ സംസ്കാരത്തിൻ്റെ പുറകിലുള്ള വിശ്വാസങ്ങളിലോ ആരാധനകളിലോ പോയി അവർ പങ്കെടുത്തു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഉടമ്പടി അവസാനിക്കുകയും ശത്രുക്കൾ ഇവരെ വന്ന് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ശത്രുക്കൾ ഇസ്രായേൽ ഗ്രൂപ്പിനെ, ജനത്തെ വന്ന് നശിപ്പിച്ചത്? ദൈവത്തിനോടുള്ള വാഗ്ദാനം കളഞ്ഞ്, ദൈവത്തോടുള്ള വിശ്വസ്തത കളഞ്ഞിട്ട് അവർ മറ്റ് ദൈവങ്ങളെ അവർ അഭയമെടുത്തു, അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളുടെ മുമ്പിൽ അവർ വർഷിപ്പ് ചെയ്തു. അതിനെ സ്വന്തമാക്കിയപ്പോഴാണ് ശത്രുക്കൾ അവരെ എന്ത് ചെയ്തത്? നശിപ്പിച്ചത്, അല്ലെങ്കിൽ ചെതറിയത്, അല്ലെങ്കിൽ അടിമത്തത്തിലേക്കൊക്കെ പോകാൻ കാരണം ദൈവവുമായുള്ള ഉടമ്പടി അവരുടെ ശരീരത്തിൽ അവർ നഷ്ടമാക്കി, അല്ലെങ്കിൽ ആ വിശുദ്ധി നഷ്ടമാക്കി. അതാണ്. അപ്പോൾ ശത്രുവിന് വന്ന് ഇവരുടെ തലമുറകളെയും തകർക്കാൻ ഇടയായി. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അത്യുന്നതനായ ദൈവവുമായി, യേശുക്രിസ്തുവുമായി നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടി ബന്ധത്തിൽ ആണെങ്കിൽ ആ ഉടമ്പടി ബന്ധത്തെ മുറിക്കാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു മൺവിഗ്രഹവുമായി നിങ്ങളിൽ ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലും ചേർന്ന് ഏതെങ്കിലും ഒരു കൂട്ടുകെട്ട് നടത്തി ദൈവത്തിൻ്റെ കർത്താവായ യേശുവിനെ അപമാനിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ആക്കി തീർത്തെങ്കിൽ, അതുവഴി ഏതെങ്കിലും പൈശാചിക കെട്ടുകളോ രോഗങ്ങളോ തകർച്ചകളോ വൻ ദുരിതങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ ആ കെട്ടുകളെ ഓർത്ത് അത് അഴിയാനും ദൈവത്തിനോടുള്ള വിശ്വസ്തതയിൽ വന്ന് ചേരാനും വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എല്ലാ ദൈവമക്കളും ഈ സമയത്ത് പ്രാർത്ഥിക്കണം. വായ്കളെ തുറന്ന് നമ്മുടെ മേൽ വന്നിട്ടുള്ള ഇരുട്ടുകൾ അഴിയണം. യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അന്യ സംസ്കാരങ്ങളിലൂടെ വന്നിട്ടുള്ള ഇരുട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉടമ്പടി എന്നതിൻ്റെ ഹീബ്രു വേർഡ് ബെറീത്ത് എന്ന ഒരു വാക്കാണ്. ബെറീത്ത് എന്ന വാക്കാണ്. അത് മുറിക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതായത് മറ്റൊരു ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ബലിമൃഗത്തെ മുറിച്ച് അതിൻ്റെ രക്തമൊഴുക്കുമ്പോൾ ആ ദൈവവും നമ്മളും തമ്മിൽ ഒരു രക്തമൊഴുക്കിയുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ രക്തം ജീവനാണ്. ജീവൻ കൊടുത്ത് ഞാൻ ആ ദൈവത്തെ സ്വന്തമാക്കി, അല്ലെങ്കിൽ ആ ദൈവവുമായി നിൽക്കുന്നു എന്നൊരു അർത്ഥവും ഒരു വിശ്വാസവും ഉണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വേണ്ടി രക്തമൊഴുക്കിയത് കർത്താവായ യേശുക്രിസ്തുവാണ്. പഴയ നിയമത്തിലുള്ള ഉടമ്പടികൾ പോലെ അല്ല പുതിയ നിയമത്തിലുള്ള ഉടമ്പടി, അല്ലെങ്കിൽ നമുക്കായി ദൈവം ഒരുക്കിയ ഉടമ്പടി. പുതിയ നിയമത്തിലെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ രക്തത്താലുള്ള ഉടമ്പടിയാണ്. രക്തത്താൽ ഉള്ള ഉടമ്പടി എന്ന് പറഞ്ഞാൽ യേശു കർത്താവായ ദൈവം തൻ്റെ രക്തം നമുക്ക് വേണ്ടി നൽകി തൻ്റെ ശരീരത്തിലെ അംഗമാകാൻ, അല്ലെങ്കിൽ തൻ്റെ വിശ്വസ്തനായ മക്കളാകാൻ വേണ്ടി പാപത്തിലും പൈശാചിക കെണികളിലും കിടന്ന നമ്മളെ വിശുദ്ധിയിലേക്കും ദൈവരാജ്യ അവകാശത്തിലേക്കും എത്തിക്കാൻ വേണ്ടി യേശുക്രിസ്തു ചെയ്ത ഉടമ്പടി എന്താണ്? തൻ്റെ രക്തമാണ് ദാനമായി നൽകിയത്, തൻ്റെ ജീവനാണ് നൽകിയത്. അങ്ങനെ രക്തത്താൽ ദൈവം ഇങ്ങോട്ട് വന്ന് നമ്മളുമായി ഉടമ്പടിയെടുത്ത വിശുദ്ധ രാജകീയ പുരോഹിത ഗണമായ നമ്മൾ ആ രക്തത്തെ നമ്മൾ അപമാനിക്കുകയാണെങ്കിൽ വൻ വിപത്ത് നമ്മുടെ ലൈഫിൽ വരുമെന്ന് കർത്താവായ ദൈവം പഠിപ്പിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ. വായിച്ചുകൊള്ളുക. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. അപ്പം രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഈ പുതിയ ഉടമ്പടി എന്താണ്? മരണത്തിൽ നിന്ന് നിന്നെ ജീവനിലേക്ക് കൊണ്ടുവരികയാണ്. നിന്റെ ശാപങ്ങൾ മാറുന്നു, മരണം മാറുന്നു, ജീവൻ നിന്റെ മേൽ വരികയാണ്. അപ്പോൾ ഞാനും നീയും ജീവൻ പ്രാപിക്കാൻ കർത്താവായ യേശു ഉടമ്പടി ഉണ്ടാക്കുന്നത് തൻ്റെ രക്തം നൽകിയാണ്. ഇത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ മരണം നമ്മളിൽ മാറി ജീവൻ നമ്മളിൽ വന്നാൽ പിന്നെ മറ്റൊരു ഉടമ്പടി എടുക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഉണ്ടോ? അതാണ് നോക്കേണ്ടത്. മറ്റൊരു ഉടമ്പടി യേശു, ദൈവമായ കർത്താവായ യേശു ക്രിസ്തു അവൻ അവതരിച്ചത് എന്തിനാണ്? ഞാനുമായി പുതിയൊരു ഉടമ്പടി ഉണ്ടാക്കാൻ. സാത്താൻ്റെയും പാപത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മരിച്ചു കിടന്ന് എന്നെ ജീവനിലേക്ക് കൊണ്ടുവരാൻ ഒരു വ്യക്തിയും അന്ന് വരെ വിചാരിച്ചിട്ട് നടന്നില്ല. ഒരു വ്യക്തിയും വിചാരിച്ചിട്ട് നടന്നില്ല. ആകെ നടന്നത് യേശുവിൻ്റെ രക്തത്താലാണ് എന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ജീവനിലേക്ക് വന്നെങ്കിൽ ഇനി മറ്റൊരു ഉടമ്പടി ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്നെ പിന്നെ വീണ്ടെടുത്ത രക്തത്തിന് എന്ത് വാല്യൂ ആണുള്ളത്? ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ രക്തത്തിനെതിരെ ഉടമ്പടി എടുക്കുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ട്.
ഈ രക്തത്തിനെതിരെ ഉടമ്പടി എടുക്കുന്നവർ. അപ്രകാരം ഉടമ്പടി എടുക്കുന്നവൻ മാനസിക രോഗിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാനസിക രോഗിയാകുമെന്ന് ബൈബിളിന്റെ വെളിച്ചത്തിൽ എനിക്ക് തെളിയിക്കാൻ പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. അതിന് മുമ്പ് ഒരു വചനം കൂടെ, ഹെബ്രായ ലേഖനത്തിൽ ഒരു വചനമുണ്ട്. യേശുവിന്റെ രക്തത്തിനെതിരെ, പുതിയ ഉടമ്പടിയുടെ രക്തത്തിനെതിരെ ആരെങ്കിലും സംസാരിക്കുകയോ ആരെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ അവന് എന്ത് സംഭവിക്കുമെന്ന് കർത്താവ് പഠിപ്പിച്ചു തരുവാണ്. ശരി, നമുക്കത് കേൾക്കാം. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നെ ഒരു ബലി അവശേഷിക്കുന്നില്ല. മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ. മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ 2-3 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു. മോശയുടെ നിയമം ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ഉടമ്പടി ലംഘിക്കുക. സീനായി മലയിൽ ഇറങ്ങിയപ്പോൾ ദൈവം കൊടുത്ത കൽപ്പന ഉടമ്പടിയാണ്, തന്നോടൊപ്പം നടക്കണമെന്നുള്ളത്. അത് ലംഘിക്കുന്നവൻ, ആ ഉടമ്പടിയെ ലംഘിക്കുന്നവൻ 2-3 സാക്ഷികൾ പറഞ്ഞാൽ മതി. ഒരുവൻ വന്ന് പറയുക മോശയുടെ കൽപ്പന ദൈവൻ ലംഘിച്ചു എന്ന് 2-3 സാക്ഷികൾ വന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? അവൻ കരുണ കൂടാതെ അവൻ മരിക്കും. അവൻ്റെ മേൽ ഒരു കരുണയും ഇല്ല, കരുണ കൂടാതെ അവൻ മരിക്കും. എന്നാൽ ഇനി അടുത്ത വചനം നോക്കി, അടുത്ത അവിടെ വായിച്ചു നോക്കി. ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും, എന്നാൽ ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ, അതാ നീ മരണത്തിൽ കിടന്നപ്പോൾ, ശാപത്തിൽ കിടന്നപ്പോൾ നിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച ഒരു കൃപയുടെ ആത്മാവുണ്ട്. യേശുവിന്റെ രക്തത്താൽ വന്നൊരു കൃപയുടെ ആത്മാവ് നിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ ആ കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്യുന്നവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ രക്തത്തിനെതിരെ മറ്റൊരു ഉടമ്പടിക്ക് വേണ്ടി നീയോ നിന്റെ കുടുംബത്തിലുള്ളവരോ പൊക്കഴിഞ്ഞാൽ കഠോരമായ ശിക്ഷ നിന്റെ കുടുംബത്തിൽ വന്നു കയറും. അതാണ് ബൈബിൾ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്. കേരളത്തിൽ ഇന്ന് യേശുവിൻ്റെ രക്തത്തിനുള്ള വിലയേക്കാൾ കൂടുതൽ കൊടുക്കുന്ന മറ്റ് പല സംഭവങ്ങളുണ്ട്. ഉടമ്പടി എടുത്തോ, നീ പോയി എടുത്തു. ചിലർ പറയും ഞാൻ 10 എണ്ണം എടുത്തു, ഞാൻ 15 എണ്ണം എടുത്തു. എടുത്തിട്ട് നിനക്ക് എന്തുണ്ടായി? അതാ ചോദ്യം. ഇത്രയും ഉടമ്പടി നീ എടുത്തു, നിന്റെ വീട്ടിൽ എന്തുണ്ടായി? എന്ത് മേന്മയുണ്ടായി? ദൈവരാജ്യത്തിൽ നിനക്കുള്ള സീറ്റ് എന്താ? ത്രിയേക ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ സ്ഥാനം എന്താ? ബൈബിൾ ഇപ്പോൾ പഠിപ്പിക്കുന്നത് കൃപയുടെ ആത്മാവിനെ അപമാനിക്കുക, തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടിയുടെ രക്തത്തെ കളങ്കപ്പെടുത്തുക, അങ്ങനെ ചെയ്യുന്നവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ അറിയുന്നത്. അപ്പോൾ കഠോരമായ ശിക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊള്ളുക. അതിനപ്പുറം ഒന്നും പറയാനില്ല. ബൈബിളിന്റെ ശബ്ദം ഇതാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രകാരം നിങ്ങളെ ആരെങ്കിലും വഞ്ചിച്ച്, പരിശുദ്ധാത്മാവിനെയും കർത്താവായ യേശുവിനെയും ആബാപിതാവിനെയും വഞ്ചിച്ച് നിങ്ങളെ സാത്താന്റെ മുമ്പിൽ കൊണ്ടുവച്ചെങ്കിൽ അത് നിങ്ങളെ നാശത്തിനാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തെറി പറയുന്നതിന് പകരം നീ നിന്റെ ജീവനെ രക്ഷിക്കാൻ നോക്ക്. നീ നിന്റെ തലമുറയിൽ വന്നിട്ടുള്ള ശാപം അഴിക്കാൻ നോക്ക്. നിന്റെ കുടുംബത്തിൽ വന്നിട്ടുള്ള ദൈവകോപം അഴിക്കാൻ നോക്ക്. അല്ലാതെ സത്യം വിളിച്ചു പറയുന്നവർക്കെതിരെ നീ വാ തുറക്കരുത്. നീ നിന്റെ കുടുംബത്തിൽ വന്നിട്ടുള്ള കുഴി ആദ്യം മൂടാൻ നോക്കുക. അതാണ് നീ ചെയ്യേണ്ടത്. സ്തോത്രം. ദൈവ കരുണ നിന്റെ മേൽ ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തത്തെ അപമാനിക്കപ്പെട്ട ഒരു കുടുംബമാണോ? യേശുവിന്റെ നാമത്തെ അപമാനിക്കപ്പെട്ട കുടുംബമാണോ? യേശുവിന്റെ കൃപയുടെ ആത്മാവിനെ അപമാനിക്കപ്പെട്ട കുടുംബമാണോ? നമ്മുടെ മേൽ വന്നിട്ടുള്ള മരണത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സഹോദരി വന്നു. ഈ ഹാളിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുക. അത് ഞങ്ങളുടെ ഒരു സഹോദരി വന്ന് ചോദിച്ചിട്ട് എന്തു പറ്റിയിരിക്കുന്നത്? അപ്പോൾ അവരിങ്ങനെ അബ്നോർമലായിട്ട് സംസാരിക്കുമായിരുന്നു. അബ്നോർമലായിട്ട് ഒരു 10-30 വയസ്സ് പ്രായം വരുന്ന ഒരു ലേഡിയായിരുന്നു. ഭയങ്കരമായിട്ട് അബ്നോർമലായിട്ട് സംസാരിക്കുന്നു, ചുമ്മാ ഇരുന്ന് കരയുന്നു. അന്നേരം ചോദിച്ചു എങ്ങനെയാ വന്നത്? അത് ആരാണ്ട് കൊണ്ടുവന്നതാ? അവരോട് ചോദിച്ചു എന്താ പറ്റിയത് ഇവർക്ക്? അന്നേരം പറഞ്ഞു ഇച്ചിരി മെൻ്റൽ പ്രോബ്ലമാ. അങ്ങനെ ആ കൊണ്ടുവന്ന സഹോദരിയുമായിട്ട് സംസാരിക്കപ്പോൾ ഇടയായത്, ഇവർ ഏതാണ്ട് ഒരു ചർച്ചിൽ പോയി. കേരളത്തിലുള്ള ആലപ്പുഴ എറണാകുളത്തിൻ്റെ ഭാഗത്തിടക്കിൽ അവിടെ ഒരു സ്ഥലത്ത് ഈ സഹോദരി ഏതോ ഒരു മൺവിഗ്രഹവുമായി ബന്ധപ്പെട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് ഉടമ്പടി എടുത്തു. 2-3 ഉടമ്പടി എടുത്തു. ആദ്യം എടുത്ത ഉടമ്പടി ഇവരെന്തൊക്കെ എഴുതി കൊടുത്തോ അതിനെല്ലാം ഉത്തരം കിട്ടി. അങ്ങനെ രണ്ടാമത് വീണ്ടും പോയി ഉടമ്പടി പുതുക്കുക, അങ്ങനെ എന്തോ ചെയ്തു. പൈസ കൊടുത്ത് ഉടമ്പടി പുതുക്കുവാനോ അയാളൊക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്തു. 3-4 കഴിഞ്ഞപ്പോൾ
ആളിൻ്റെ ബോധം പോയി. ചുമ്മാ ഇരുന്ന് കരയുക, പിച്ചുമ്പയും പറയുക, മക്കളെ ഓർത്ത് കരയുക, മക്കൾ എവിടെയോ പോയി എന്ന് പറഞ്ഞ് കരയുക. ഇങ്ങനെ ആകെ പ്രശ്നമായിട്ട് വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇവിടെ 3 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ നടത്തിയപ്പോൾ കൊണ്ടുവന്നത്. 1-ാം ദിവസം തന്നെ ആ സഹോദരിയുടെ തലയിൽ കൈവച്ചിട്ടുള്ള ശുശ്രൂഷകൾ നടത്തി. അവരെ കെട്ടിയുള്ള, അവരെ നശിപ്പിച്ച സാത്താനെ, അവരുടെ ജീവനെ തകർക്കാൻ നോക്കിയ ഒരു ഭൂതമുണ്ട്. ഉടമ്പടി, കർത്താവായ യേശുവിൻ്റെ ഉടമ്പടി കളഞ്ഞ് മറ്റൊരു ഉടമ്പടിക്ക് പോകുമ്പോൾ ഒരു ഭൂതം വന്ന് നിന്നെ കെട്ടും. നീ അത് അറിഞ്ഞുകൊള്ളണം. ഒരു പൈശാചിക ശക്തി നിന്നെ വന്ന് കെട്ടും. ഒരു കൊലപാതകത്തിൻ്റെ സ്പിരിറ്റ് വന്ന് കെട്ടും. ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആക്കുന്ന സ്പിരിറ്റ് വന്ന് നിന്നെ കെട്ടും. അങ്ങനെ ഈ സഹോദരിയെ വന്നൊരു സ്പിരിറ്റ് കെട്ടി. അന്നത്തെ ദൈവദാസന്മാർ, പ്രിയ ശിവബ്രദറൊക്കെ ആ സ്ത്രീയുടെ തലയിൽ കൈവച്ച് ശക്തമായി ശാസന പ്രാർത്ഥന നടത്തി. 1-ാം ദിവസം ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ അവർ കുറച്ച് ഫ്രീ ആയി. അങ്ങനെ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. യേശുവിൻ്റെ രക്തത്തിനെതിരെ ചെയ്ത തെറ്റിന് കാരണമായ സംഭവങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുത്തുകൊണ്ടൊന്ന് ചുട്ടുകളയാൻ പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ മുമ്പിലിട്ട് ക്ഷുദ്രപ്രയോഗം നടത്തിയ ഗ്രന്ഥങ്ങൾ ചുട്ടതുപോലെ ബൈബിളിനെയും ദൈവത്തെയും അപമാനിക്കുന്ന തരത്തിൽ എന്ത് നിൻ്റെ വീട്ടിലുണ്ടോ നീ കൊണ്ടുപോയി ചുട്ടുകളയാൻ പറഞ്ഞു. ഈ സിസ്റ്റർ പിറ്റേന്ന് വന്നപ്പോൾ ഒരു കെട്ട് പത്രവും പേപ്പറും തിരിയും എണ്ണയും വിളക്കും ഉപ്പുമായിട്ട് വന്നു. ഞങ്ങൾ ഇവിടെ കൊണ്ടൊരു ചുട്ടു, ഇവിടെ കൊണ്ട് ചുട്ട് കളഞ്ഞു. 2-മതും ആ സഹോദരിയുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. 3-ാം ദിവസം ഇവിടുന്ന് പോകുമ്പോൾ പൂർണ്ണ ബോധത്തോടെയാണ് ദൈവം അവരെ മടക്കി വിട്ടത്. ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്നറിയാമോ? അഥവാ ആരുടെയെങ്കിലും ഒരു ഇൻഫ്ലുവൻസിൽ, അല്ലെങ്കിൽ അയ്യോ അവിടെ അവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ, നിങ്ങൾ അറിയാതെ നിങ്ങൾ ചിലപ്പോൾ വഞ്ചിക്കപ്പെട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മുടെ ദൈവത്തിന് കരുണയുണ്ട് കേട്ടോ. വഞ്ചിക്കപ്പെട്ടാണ് നിങ്ങൾ പോയതെങ്കിൽ, നിങ്ങൾ സത്യം മനസ്സിലാക്കി യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വൻ മരണത്തിൻ്റെ കെട്ടാണ് ദൈവം അഴിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിന്റെ കുഴി ആദ്യം നീ മൂടിയിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നവരെ നീ അടിക്കാൻ വരണമെന്നുള്ളത്. ഈ സഹോദരി നല്ല പൂർണ്ണ ബോധ്യത്തോടെ അവൾ യേശുവിനെ 2-മത് രക്ഷകനായി സ്വീകരിക്കുന്നു, സമാധാനമായിട്ട് പോകുന്നു. ആ മാനസിക രോഗത്തിൻ്റെ സകല കെട്ടുകളെയും കർത്താവായ യേശു എടുത്ത് കരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. കാരണം മഹാകരുണയുള്ള ദൈവമാവൻ. വഴിതെറ്റിപ്പോയ ആടിനെ തേടി പിടിച്ചു പോകുന്ന നല്ല ഇടയനാണ് അവൻ. സ്തോത്രം. ഈ ദൂത് നിനക്ക് വേണ്ടിയാണ് ദൈവം തരുന്നത്. നീ വഴിതെറ്റി ഏതോ പൈശാചിക ഉടമ്പടിയുമായി നീ നിൽക്കുമ്പോൾ സഹോദരാ സഹോദരി അറിഞ്ഞുകൊള്ളുക, യേശു ക്രിസ്തു നിന്നെ 2-മത് വിളിക്കുവാണ്. നിന്റെ വീട്ടിൽ വന്നിട്ടുള്ള മരണദൂതനിൽ നിന്ന് നിന്റെ തലമുറയെ രക്ഷിക്കാൻ കർത്താവ് ആഗ്രഹിക്കുവാണ്. ദൈവത്തെ വിശ്വസിക്കാമെങ്കിൽ, കർത്താവ് യേശുവിനെ വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തി നീ യേശുവിനെ വിളിക്കണം. യേശുവേ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ, യേശുവേ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ, സ്തുതിക്കുന്നു യേശുവേ, ആരാധന, സ്തോത്രം. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. ഏകദേശം AD 130 മുതലുള്ള കാലഘട്ടത്തിലുള്ളൊരു സംഭവമാണ് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടാകണം. യഹൂദന്മാർ ഒരു സൈഡിൽ വളരുന്ന സമയം, ക്രിസ്ത്യാനികൾ മറു സൈഡിൽ വളരുന്ന സമയം. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ടൈമിൽ AD 70 ടൈറ്റസ് വരുന്നു. ടൈറ്റസ് വന്ന് ജെറുസലേം ദേവാലയത്തെ തകർക്കുന്നു. യഹൂദന്മാരുടെ കുറേ കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നു. അവർക്ക് അധികം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ AD 70 ഒരു വലിയ യുദ്ധം നടന്നു. എങ്കിലും യൂതന്മാരുടെ ഒരു ഭാഗം ഒരു സൈഡിൽ അവശേഷിച്ചു. ഒരു സൈഡിൽ ക്രിസ്ത്യാനികൾ വളരുന്നുണ്ട്. ക്രിസ്തീയ കൂട്ടായ്മകളെ ഈ റോമൻ സൈന്യം പീഡിപ്പിക്കുന്നുണ്ട്. മറു സൈഡിൽ യൂതന്മാരെ പീഡിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു പീഡയും ക്രിസ്ത്യാനികളുടെ വളർച്ചയും ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഏകദേശം AD 132 ആയപ്പോൾ ബാർ കൊക്കുബ എന്ന് പറയുന്ന ഒരു യൂതൻ അവിടെ വന്നു. ബാർ കൊക്കുബ എന്ന പേരിൻ്റെ അർത്ഥം നക്ഷത്രപുത്രൻ എന്നാണ് നക്ഷത്രപുത്രൻ എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹം ഇച്ചിരി കഴിവും സാമർഥ്യവും യുദ്ധത്തിൽ നൈപുണ്യവും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹം വന്നിട്ട് റോമൻസിനെതിരെ ശക്തമായി ഒരു പട നീക്കാൻ പ്ലാൻ ചെയ്തു. റോമൻ ഗവൺമെൻറ്റിനെ പൊളിക്കുക, അതായിരുന്നു പദ്ധതി. അതിനുവേണ്ടി യുദ്ധതന്ത്രങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഇദ്ദേഹം സൈന്യത്തെ, യൂതന്മാരെ ഒരുമിച്ച് കൂട്ടി ഒരു സൈഡിൽ നിന്ന് ഇദ്ദേഹം യുദ്ധം ആരംഭിച്ചു. ആ ടൈമിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ കുറച്ചുനാൾ, ഏകദേശം 2-3 വർഷം വരെ കുറച്ചൊക്കെ റോമൻസിനെ പൊളിക്കാൻ ഈ ബാർ കൊക്കുബയ്ക്ക് സാധിച്ചു. ഈ ടൈമിൽ ഒരു റബ്ബിയായ റബ്ബി അക്വിബ എന്ന ഒരു യഹൂദ റബ്ബി ഇദ്ദേഹത്തെ, ഈ സൈമൺ ബാർ കൊക്കുബയെ പുതിയ മിശിഹയായിട്ടാണ് കണ്ടത്. ഇദ്ദേഹമാണ്, ഈ സൈമണാണ് നമ്മുടെ രക്ഷകനായ മിശിഹ. റോമൻസിനെതിരെ പൊളിച്ച് നമ്മുടെ രാജ്യത്തെ, ദാവീദിൻ്റെ രാജ്യത്തെയും സിംഹാസനത്തെയും നിലനിർത്തുന്ന മിശിഹ എന്ന് പറയുന്നത് ഈ പറയുന്ന ബാർ കൊക്കുബയാണെന്ന് ഒരു റബ്ബിയായ അക്വിബ റബ്ബി യൂതന്മാരോട് പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി. ബത്ലഹേമിൽ സകല മനുഷ്യർക്കും സദ്വാർത്തയായി സകലരെയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ വന്ന
കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവർ AD 132 സൈമൺ ബാർ കൊക്കുബ ഇച്ചിരി യുദ്ധവീരനായി റോമൻസിനെതിരെ വന്നപ്പോൾ അദ്ദേഹമാണ് യഥാർത്ഥ മിശിഹയെന്നും ഈ ദാവീദിൻ്റെ സിംഹാസനത്തെ സംരക്ഷിക്കണമല്ലോ, അങ്ങനെ വന്ന ഈ പുള്ളിയാണ് യഥാർത്ഥ മിശിഹയെന്ന് പറഞ്ഞ് ഒരു റബ്ബി തെറ്റിദ്ധരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ മിശിഹയാക്കി അങ്ങോട്ട് വച്ചു. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മിശിഹയാക്കിയതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നക്ഷത്രപുത്രൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ബാർ കൊക്കുബയുടെ അർത്ഥം എന്താണ്? നക്ഷത്രപുത്രൻ. ഈ ഒരു അർത്ഥം കിടന്നപ്പോൾ ഈ റബ്ബി ഒരു പ്രവചനത്തെയാണ് ഓർത്തത്. ആ പ്രവചനം സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവണം. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഒരു പ്രവചനമുണ്ട്. വായിക്കാമോ? ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും, അത് മോവാബിന്റെ നെറ്റിത്തടം തകർക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തെ ഈ പ്രവചനം ആർക്കുള്ള പ്രവചനമാണ്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമല്ലേ? അതെ. ഈ പ്രവചനത്തെ ഈ യഹൂദ റബ്ബിയായ അക്ബെ എന്ത് ചെയ്തു? സൈമണ് കൊടുത്തു. നക്ഷത്രം, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും എന്ന് സംഖ്യാപുസ്തകത്തിലുണ്ടായിരുന്ന ആ നക്ഷത്രമാണ് ഈ നക്ഷത്രപുത്രനെന്ന് അവകാശപ്പെടുന്ന ബാർ കൊക്കുബ എന്ന് യഹൂദ റബ്ബി ജനങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ യഹൂദ റബ്ബിയല്ലേ പഠിപ്പിക്കുന്നത്? അദ്ദേഹം ഇച്ചിരി നല്ല കഴിവുള്ള റബ്ബിയാ. അപ്പോൾ റബ്ബി പറഞ്ഞത് നിമിത്തം എല്ലാ യൂതന്മാരും ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് റോമൻസിനെതിരെ യുദ്ധത്തിന് പോയി. ആദ്യത്തെ കുറച്ച് സമയമൊക്കെ ഇവർ വിജയിച്ചു. പിന്നീടായപ്പോൾ വൻ പരാജയമുണ്ടായി. എവിടെയൊക്കെ ഇവർ സുരക്ഷിതമായി കരുതിയോ അതെല്ലാം പൊളിയാൻ തുടങ്ങി. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഉടമ്പടി കളഞ്ഞിട്ട് ഒരു മനുഷ്യനുമായി ഉടമ്പടി എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഏതാ? യേശുവിൻ്റെ രക്തത്തിൻ്റെ ഉടമ്പടി കളഞ്ഞിട്ടാണ് പുതിയ ഉടമ്പടിക്ക് വേണ്ടിയിട്ട് ബാർ കൊക്കുബയുടെ അടുക്കൽ പോയി. നക്ഷത്രപുത്രൻ നമ്മളെ രക്ഷിക്കുന്ന മിശിഹയാണ് എന്ന് പറഞ്ഞപ്പോൾ അവനുമായി സഖ്യം ചേർന്ന് പോയ സകലരണത്തെയും കൊന്നൊടുക്കി റോമൻസ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ നടന്ന് ഇവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നക്ഷത്രപുത്രൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നവനെ വഞ്ചകന്റെ മകൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അന്നത്തെ മറ്റ് റബ്ബിമാർ വഞ്ചകന്റെ മകൻ എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. പിന്നീട് വൻ തോൽവിയായി ഈ യൂതന്മാർക്ക്. യൗസേബിയൂസ് എന്ന് പറഞ്ഞ സഭാ ചരിത്രം എഴുതിയ പണ്ഡിതൻ പറയുന്നത് ആ സമയത്ത് യഹൂദന്മാരുടെ നേതാവായിരുന്ന ബാർ കൊക്കുബ, ഈ പേരിൻ്റെ അർത്ഥം നക്ഷത്രം എന്നായിരുന്നു. അയാൾ യഥാർത്ഥത്തിൽ കൊലപാതകയും കള്ളനുമായിരുന്നു എന്നാണ് യൗസേബിയൂസ് തൻ്റെ ചരിത്രത്തിൽ ഈ ബാർ കൊക്കുബയെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. നക്ഷത്രം എന്ന് അദ്ദേഹത്തെ വിളിക്കുമെങ്കിലും അവൻ എന്തായിരുന്നു? വഞ്ചകനും കള്ളനുമായിരുന്നു. കൊലപാതകയും കള്ളനുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരുവന്റെ പുറകെ അവനുമായി കോൺട്രാക്ട് ചെയ്ത് പോയപ്പോൾ എന്ത് സംഭവിച്ചു? AD 70 യുദ്ധത്തിൽ ദേവാലയം മാത്രമേ പോയുള്ളൂ. AD 132 യുദ്ധം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ യൂദായിൽ മാത്രമായിരുന്ന 50ഓളം കോട്ടകളെ ഈ റോമൻസ് വന്ന് ഇടിച്ചു പൊളിച്ചു. കൂടാതെ 985 ജനവാസ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. യൂതന്മാർ താമസിച്ചുകൊണ്ടിരുന്ന അവരുടെ തലമുറകളും കുട്ടികളും ഗർഭിണികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സകല ജനവാസ കേന്ദ്രത്തെയും ഇടിച്ച് നശിപ്പിച്ചു, തരിപ്പണമാക്കി. കൂടാതെ 5,80,000-ഓളം യൂതന്മാർ കൊല്ലപ്പെടാനിടയായി. ഇതാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മറ്റു ചരിത്രങ്ങളിൽ പറയുന്നത് ഈ മരണം ഇതല്ല, ഇതിൻ്റെയും ഹ്യൂജ്, ഇത് വാർദ്ധക്യത്തിലുള്ളവരുടെ ഒന്നും പറയുന്നില്ല, ശിശുക്കളുടെ ഒന്നും പറയുന്നില്ല, ഇത് യുദ്ധം ചെയ്തവരുടെ കാര്യമാണ് ഇത് പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാതെ വണ്ണമുള്ള ഒരു മരണവും ഒരു സംഹാരവും യൂതന്മാർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാക്കിയത് അബ്രഹാത്തിൻ്റെ ദൈവത്തോടുള്ള ഉടമ്പടി കളഞ്ഞിട്ട്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തോടുള്ള ഉടമ്പടി കളഞ്ഞിട്ട്, ബാർ കൊക്കുബ എന്ന് പറയുന്ന ഒരു കള്ളനുമായി ഒരു റബ്ബിയുടെ വ്യാജ പ്രസ്താവനയിൽ ഒരു മനുഷ്യനുമായി ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ എന്ത് സംഭവിക്കുവാണ്? പറഞ്ഞേ, ഒരു ദേശം തീർന്നുകൊണ്ടിരിക്കുക. സുരക്ഷിത സ്ഥാനങ്ങളില്ല, സകലതും പോയി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ചരിത്രമാണ്. അങ്ങനെ യൂദയ ദേശം, ജനക്കൂട്ടമായിരുന്ന ദേശം, അത് മരുഭൂമിയായി മാറാൻ ഇടയായി. ഒന്നുമില്ല, മരുഭൂമിയായി മാറി. ഒരു ദൈവത്തിനോടുള്ള വിശ്വസ്തത കളഞ്ഞ് ഒരു മനുഷ്യന്റെ പുറകെ നടന്നത് ഒരു ദേശം മുഴുവൻ തീരാനിടയായി. സഹോദര, ഞാനിത് പറയുന്നത്
നീ യേശുവിൻ്റെ രക്തത്തിന് എതിരെ നിന്നിട്ട് ഏതെങ്കിലും മൺവിഗ്രഹത്തിൻ്റെ മുൻപിൽ പോയി നിന്നിട്ട് നീ ഉടമ്പടി എടുക്കുവാണെങ്കിൽ ഇത് തന്നെയായിരിക്കും നിനക്കും വരുന്ന വിപത്തെന്ന് നീ ഒന്ന് അറിഞ്ഞുകൊള്ളണം. ചരിത്രം നിന്നെ ഓർമ്മിപ്പിക്കുവാണ്. ദൈവത്തെ കളഞ്ഞ് മണ്ണിൻ്റെ പുറകെ പോയാൽ അവിടെ റബ്ബിയാണ്, യൂതന്മാരെ സംബന്ധിച്ച് ടോപ്പ് റബ്ബിയാണ്. ആ റബ്ബിയാൽ വഞ്ചിക്കപ്പെട്ടെങ്കിൽ ഇന്ന് നിന്റെ സഭാ ലീഡർ ചിലപ്പോൾ ഒരു അച്ഛനാകാം, ചിലപ്പോൾ ഒരു പാസ്റ്ററാകാം, അല്ലെങ്കിൽ ഒരു ബ്രദറാകാം. ആ വ്യക്തി നിന്നെ നശിപ്പിക്കുവാണ് ദൈവത്തിൽ നിന്ന്. അത് ഓർത്തുകൊള്ളുക. സ്തോത്രം. ഈ റബ്ബി ആക്യുബയും പോയി, അവൻ്റെ തലമുറയും പോയി, അവൻ്റെ കൂടെ നിന്നവരും പോയി. സ്തോത്രം. ഞാനിത് പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? യേശുവിൻ്റെ രക്തത്തിൻ്റെ വാല്യൂ ഉണ്ട്. യേശു എന്ന നാമത്തിന് വാല്യൂ ഉണ്ട്. യേശു നമുക്ക് വേണ്ടി സഹിച്ച പീഡകൾക്ക് വാല്യൂ ഉണ്ട്. അതിന് പകരം ചോദിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞുകൊള്ളണം. സ്തോത്രം. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് റോമൻസിന്റെ ഒരു കാര്യം അവരവിടെ കൊണ്ടുകയറ്റി. എന്തുവെന്ന് പറഞ്ഞാൽ, യൂതനെ സംബന്ധിച്ച് പന്നി നിഷിദ്ധമായ ഒരു വസ്തുവാണ്. ഈ റോമൻസ് ഇവരുടെ കോട്ടകളും ഗ്രാമങ്ങളെല്ലാം പിടിച്ചെടുത്ത സമയത്ത് നഗരത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു പടിവാതിലിന് മുകളിൽ ഈ ഹാഡ്രിയൻ ചക്രവർത്തിയാണ് വന്ന് ഇവരെ തുരത്തി കേട്ടോ. ഹാഡ്രിയൻ ചക്രവർത്തി വന്ന് തുരത്തി. അപ്പോൾ ഈ നഗരത്തിൻ്റെ പടിവാതിലിന് മുകളിൽ പന്നിയുടെ തലയുടെ ഒരു പ്രതിമ അവർ ഉയർത്തി. ഈ പ്രതിമ എന്ന് പറയുന്നത് ഇവരുടെ പട്ടാളത്തിൻ്റെ 10ാം ലീജിയൻ്റെ ചിഹ്നമായിരുന്നു. ഈ പട്ടാളത്തിൻ്റെ 10ാം ലീജിയൻ്റെ ചിഹ്നമായിരുന്ന ഒരു കാട്ടുപന്നിയുടെ പ്രതിമയെ അതിൻ്റെ ഒരു കൊടിയിൽ അവർ അല്ലെങ്കിൽ ഒരു ട്രോഫി പോലെ അവരിങ്ങനെ ഉയർത്തി. ഇത് ബത്ലഹേമിലേക്കുള്ള കവാടത്തിന് നേരെയായിരുന്നു ഇത് കിടന്നത്. ഇതിൻ്റെ പേരാണ് ഫ്രട്ടൻസിസ്. നിങ്ങളിപ്പോൾ കാണുന്ന ഇത് ജെറുസലേം ദേവാലയത്തിന് അവരുടെ നഗരത്തിൽ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ലാത്ത ഒരു അശുദ്ധിയുടെ പ്രതിമയെ കൊണ്ട് അവരൊന്ന് കയറ്റി. അങ്ങനെ പകരം വീട്ടി. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇത് നിന്റെ വാർഡിൽ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ എന്നും ഒരു മരണത്തിൻ്റെ നിഴൽ പോലെ ഇത് ഉയർന്നു നിൽക്കും. എന്നും ഒരു മരണത്തിൻ്റെ നിഴൽ പോലെ. ഒരു കൊടി പാറുക എന്ന് പറഞ്ഞാൽ ആ ദേശത്തിൻ്റെ വിജയമാണ്. ആ കൊടി ആരുടേതാണോ, ആരെയാണോ സൂചിപ്പിക്കുന്നത്, അതിൻ്റെ വിജയമാണ് കാണുന്നത്. നിന്റെ വീട്ടിൽ മാനസിക രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും കൊടിയാണ് സാത്താൻ കൊണ്ട് കെട്ടിയിട്ടുള്ളതെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ. യേശുവിൻ്റെ രക്തത്തെ കളഞ്ഞിട്ട് മൺവിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി നീ ഉടമ്പടി എടുത്തതാണ്. സ്തോത്രം. ഈ ഫ്രട്ടൻസിസ് പോലെ അശുദ്ധിയുടെ കൊടി സാത്താൻ നിന്റെ കുടുംബത്തിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണ്. കാരണം ദൈവവചനം പ്രഘോഷിക്കുന്നിടത്ത്, സത്യസന്ധമായി വചനപ്രഘോഷണം നടത്തുന്നിടത്ത് ആരും പോകത്തില്ല. കാരണം അവിടെ പൊക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഇരിക്കണം, ക്ഷമിക്കണം, സ്നേഹിക്കണം, വിശുദ്ധി പാലിക്കണം, വചനത്തെ അനുസരിക്കണം, ഇതൊക്കെ ചെയ്യണം. എന്നാൽ ഒരു വിഗ്രഹം അത്ഭുതം പ്രവർത്തിക്കുന്നിടത്ത് പൊക്കഴിഞ്ഞാൽ വിശുദ്ധിയും വേണ്ട, ക്ഷമിക്കുകയും വേണ്ട, വലിയ പ്രാർത്ഥനയൊന്നും വേണ്ട, ഒരു പൂമാലയും പിന്നെ എന്തൊക്കെയാണ് വേണ്ടേ? ഒരു പൂമാല വേണം, കുറച്ച് തിരി വേണം, കുറച്ച് ഉരുളും നേർച്ചയും വേണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ മതി, സംഭവം സെറ്റാകും. ഒരിക്കൽ ഞാനൊരു വിഗ്രഹം എടുക്കുന്നിടത്ത് പോയി, ഒരു വിഗ്രഹം നോക്കാൻ പോയപ്പോൾ വിഗ്രഹത്തിൻ്റെ വാല്യൂ 9 അടി പൊക്കമുള്ള ഒരു വിഗ്രഹത്തിന് 3.5 ലക്ഷം രൂപയാണ് പറഞ്ഞത്. 2.5 ലക്ഷം രൂപയും അതിനകത്തുള്ള പൊള്ളയായ ഭാഗം അടയ്ക്കാൻ 60,000 രൂപയും. അപ്പോൾ എത്ര രൂപയായി? 3 ലക്ഷത്തി സംതിങ് ആയി. 3 ലക്ഷം സംതിങ്. 9 അടി പൊക്കമുള്ള ഒരു പ്രതിമയാണ്. ഞാൻ ചോദിച്ചു, ഇത് നിലത്ത് വീണ് പൊട്ടുമോ? പൊട്ടത്തില്ല, ഫൈബറാ. അഥവാ പൊട്ടിയാൽ ഞങ്ങളത് ക്ലിയർ ചെയ്ത് തന്നേക്കാം. അതാണ് അവർ പറഞ്ഞത്. വെഞ്ചരിച്ചതിന് ശേഷമാണ് പൊട്ടുന്നതെങ്കിലോ? വെഞ്ചരിച്ചതിന് ശേഷമാണ് പൊട്ടുന്നതെങ്കിൽ ഞങ്ങൾ ക്ലിയർ ചെയ്ത് തന്നേക്കാം. ഞങ്ങളിൽ അച്ചുണ്ടെന്ന് അതാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ അച്ച് ഉള്ളതുകൊണ്ട് ഇവർക്ക് പോകും. ഞാൻ ചോദിച്ചു, ബൈബിൾ ഇവിടെ പോകുന്നുണ്ടോ? ബൈബിൾ വിറ്റാലൊന്നും വലിയ ലാഭമില്ല, ഇതാകുമ്പോൾ ഞങ്ങൾക്ക് ലാഭമുണ്ട്. അപ്പോൾ ഈ 3.5 ലക്ഷം രൂപയ്ക്ക് ഒരാളൊരു വിഗ്രഹം വാങ്ങി വച്ചാൽ ഇത് മുതലാക്കാൻ എന്ത് ചെയ്യണം? പറ. നിങ്ങളിൽ ഒരാൾ ഒരു 3.5 ലക്ഷം രൂപ മുടക്കി ഒരു വിഗ്രഹം വാങ്ങിച്ചു വെച്ചു. അടുത്തിരിക്കുന്ന ഒരാൾ 250 രൂപയ്ക്ക് ഒരു ബൈബിൾ വാങ്ങിച്ചു വെച്ചു. നിനക്ക് ഏതാ ഏറ്റവും കൂടുതൽ പൈസ നഷ്ടം വന്നത്? വിഗ്രഹത്തിനല്ലേ? അപ്പോൾ ആ കാശ് ഈടാക്കാൻ എന്ത് ചെയ്യണം? വിഗ്രഹത്തിൽ അത്ഭുതങ്ങൾ നടക്കണം. അത്ഭുതങ്ങൾ നടന്നേ പറ്റുള്ളൂ, എന്നാലേ ആകർഷിക്കാൻ പറ്റുള്ളൂ.
അല്ലേ? ബൈബിളിലെ അത്ഭുതം നടക്കണമെങ്കിൽ ജീവിതത്തിൽ വിശുദ്ധി വേണം. മറ്റത് ജീവിതത്തിൽ വിശുദ്ധിയൊന്നും വേണ്ട. യേശു പറഞ്ഞൊരു വചനം ഓർക്കുന്നുണ്ടോ? ഹൃദയശുദ്ധിയുള്ളവർ അവർ ഇപ്പം 3.5 ലക്ഷം രൂപയ്ക്ക് വിഗ്രഹം വാങ്ങിച്ചുള്ളവന്റെ ഹൃദയത്തിലുള്ള വിശുദ്ധി കൊണ്ട് അവൻ കാണുന്ന വിഗ്രഹം ഏതാ? സമ്പത്ത്, സിമെന്റ് പ്രതിമ. ഇപ്പൊ സിമെന്റിലല്ല ഇപ്പൊ ഉണ്ടാകുന്നത്. ഇപ്പൊ ഉണ്ടാകുന്നത് ഫൈബറിലാണ്. ഫൈബറാണ്. സിമെന്റ് അവർക്ക് നഷ്ടമെന്നാ പറഞ്ഞത്. ഫൈബർ ആകുമ്പോൾ പ്രശ്നമില്ല. പ്രിയപ്പെട്ടവരെ, നീ പോകുന്നത് ഒരു ഫൈബർ ബോട്ടിൽ കയറിയിരുന്ന് പോകുക. ഒരു ഫൈബർ ബോട്ടിൽ. ട്രിവാൻഡ്രത്ത് ഒരു മനുഷ്യനെ, ഞങ്ങളുടെ ധ്യാനം കൂടിയ ഒരു മനുഷ്യൻ്റെ അടുക്കൽ അവിടുത്തെ സഭാ ലീഡർ വന്നിട്ട് വിഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ശപിക്കപ്പെട്ട സാധനത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. കയറ്റിയത് എനിക്ക് രണ്ടാമത് കെണിയായി. അപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കടൽപ്പണിക്ക് പോകുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഈ സഭാ ലീഡർ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ലീഡറെ, ഞാൻ ഈ വിഗ്രഹവും താങ്ങിപ്പിടിച്ച് ഞാൻ ബോട്ടിൽ കടലിൽ പോകുന്ന സമയത്ത് വലിയ കാറ്റും തിരമാലയും ഒക്കെ ഇങ്ങനെ അടിച്ചു. ഞാൻ ഈ വിഗ്രഹത്തിന് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം വിഗ്രഹമേ എന്നെ പിടിക്കണേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വലിയൊരു തിരമാല വന്നു. വള്ളം ഒന്നുകൂടെ പൊങ്ങിയടിച്ചപ്പോൾ വിഗ്രഹം പൊങ്ങി കടലിൽ വീണു. ഇനി ഞാൻ എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കണം? കടലിൻ്റെ അടിയിലോട്ട് നോക്കി പ്രാർത്ഥിക്കണോ, എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചു. പറ. പുള്ളി പറഞ്ഞു, ഞാൻ എങ്ങോട്ട് നോക്കണം? കടലിൻ്റെ അടിയിൽ എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കണം. ഈ സഭാ ലീഡർ അവിടെ കുറേ സമയം നിന്നിട്ട് ചൂളിപ്പോയെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പോകാൻ സമയത്ത് പറഞ്ഞു, നിക്കി എൻ്റെ ഉത്തരം തരാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് നോക്കിയോ പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി ആവാ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്. ഒരു മൺവിഗ്രഹത്തിനോട് പ്രാർത്ഥിക്കാതെ മകളിൽ ഒരു ദൈവമുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുവാണെന്ന് പറഞ്ഞത്. സ്തോത്രം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ മാറുമ്പോഴാണ് ചില വിദ്യാസമ്പന്നരായിട്ടുള്ളവർ ഇങ്ങനെയുള്ള വൃത്തികെട്ടിൻ്റെ പുറകെ പോകുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. സർപ്പത്തിൻ്റെ ഒരു കൗശലമുണ്ട്, പാമ്പിൻ്റെ ഒരു കൗശലമുണ്ട്. അതായത് സാത്താൻ്റെ കൗശലം. നിങ്ങളതൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞത് എന്താണ്? ഈ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. ഇത് പറഞ്ഞത് ആരാണ്? ദൈവം പറഞ്ഞു. ഭക്ഷിച്ചാൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. ഇനി അതിന്റെ 4-ാമത്തെ വാക്യം നോക്കിയേ. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. സർപ്പം എന്ന് പറഞ്ഞാൽ സാത്താൻ സ്ത്രീയോട് എന്ത് പറഞ്ഞു? നിങ്ങൾ മരിക്കില്ല. ദൈവം എന്ത് പറഞ്ഞു? മരിക്കും. ഇത് കഴിച്ചാൽ നീ മരിക്കും എന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ സാത്താൻ സ്ത്രീയോട് പറഞ്ഞു, ദൈവം ആദത്തോട് ഹവ്വയോടും പറഞ്ഞതാണ് ഇത് കഴിച്ചാൽ മരിക്കും. അപ്പോൾ സാത്താൻ സ്ത്രീയോട് പറഞ്ഞു മരിക്കില്ല. ആരുടെ വാക്കിനാ ഇവർ വില കൊടുത്തത്? നിങ്ങൾ അതാ നോക്കേണ്ടത്. സാത്താൻ പറഞ്ഞു മരിക്കില്ല, ദൈവം പറഞ്ഞു മരിക്കും. അപ്പോൾ ഒരു മരണം നിന്റെ മുമ്പിൽ വരുമെന്നത് ദൈവം കണ്ടിട്ടാണ് നീ അത് കഴിക്കല്ലേ, മരണമാണതിൽ എന്ന് പറഞ്ഞു. പക്ഷെ സാത്താൻ വന്ന് അവരെ വഞ്ചിച്ചു, മരിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവാക്കാണ് അവിടെ നിറവേറിയത്. അവർ മരണപ്പെട്ടു. ആ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാനാണ് കാൽവരിയിലെ രക്തം നമുക്ക് വേണ്ടി വന്നത്. മനസ്സിലായോ? ആ ദൈവത്തിന്റെ ആദ്യ ജീവനിലേക്ക് പങ്കുപറ്റാൻ പിന്നെ ഉള്ളത് കാൽവരിയിൽ യേശുവിന്റെ രക്തം മാത്രമേ ഉള്ളൂ. ആ ഉടമ്പടിയുടെ രക്തത്തിലൂടെയാണ് രണ്ടാമത് കയറേണ്ടത്. ആ ഉടമ്പടിയുടെ രക്തത്തിലൂടെ നീ കയറി രണ്ടാമത് ജീവനിലേക്ക് എത്തുമ്പോൾ നീ ദൈവവുമായി കണക്ട് ആകും. അത് സംഭവിക്കാതിരിക്കാൻ സാത്താൻ എന്ത് ചെയ്തു? ഒരു മൺവിഗ്രഹത്തെ കൊണ്ടുവന്നിട്ട് ആ മൺവിഗ്രഹവുമായി നീ പാപം ചെയ്യത്തില്ലെന്ന് ഉടമ്പടി എടുത്തു. അപ്പൊ യേശുവിന്റെ രക്തം ഫ്രീ ആണ്, എന്നാൽ ഉടമ്പടി എടുക്കുന്നതിന് കാശ് കൊടുക്കണം. മൺവിഗ്രഹത്തിന്റെ മുമ്പിൽ കാൽവരിയിലെ രക്ഷ സൗജന്യമാണ്. ഇവിടെ ഓർക്ക്, സാത്താൻ ആദ്യം മുതലേ വന്ന് ഹവ്വയെ വഞ്ചിക്കുന്നു. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള പലരെയും സാത്താൻ ഇതുപോലെ വഞ്ചിക്കുവാണ്. യേശുവിന്റെ രക്തത്തിന്റെ ഉടമ്പടിയെ കളഞ്ഞിട്ട് മരിക്കത്തില്ല, പാപം ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ, പാപം ചെയ്യാതിരിക്കാനുള്ള ഉടമ്പടിയല്ലേ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മൺവിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി എടുക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം ഓർക്കുക. മരണത്തിന്റെ അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ മാനസിക രോഗത്തിന്റെ സ്പിരിറ്റ് കുടുംബത്തിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ കാണുന്നതാണ് ഏഫോദ്.
ഈ ഏഫോദിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 28 അധ്യായം 4 വാക്യം മുതൽ കാണുന്നുണ്ട്. നമുക്ക് ആ വചനത്തെ ഒന്ന് കേൾക്കാം. അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ്: ഉരസ്ത്രാണം, എഫോദ്, നീലയങ്കി, ചിത്രത്തയ്യലുള്ള അങ്കി, തലപ്പാവ്, അരപ്പട്ട. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹരോനും പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ. അപ്പോൾ ഇത് എന്ത് വസ്ത്രമാ? വിശുദ്ധ വസ്ത്രം. ദൈവം തൻ്റെ മുൻപിൽ ശുശ്രൂഷ ചെയ്യേണ്ട പുരോഹിതന്മാർക്കായി ദൈവം ഒരുക്കിയ വിശുദ്ധ വസ്ത്രങ്ങളിൽ ഒന്നാണ് ഏഫോദ്. ദൈവം അതിവിശുദ്ധമായി കൊടുത്ത ഈ ഏഫോദ് ഒരാൾക്ക് കെണിയായി മാറി. ന്യായാധിപന്മാരുടെ പുസ്തകം 8 അധ്യായം മുതൽ വായിക്കുമ്പോൾ ശക്തനായ ഒരു നേതാവുണ്ട്. അദ്ദേഹത്തെ ഗിദെയോൻ എന്നാണ് വിളിക്കുന്നത്. ഗിദെയോന് 70 മക്കളും കുറച്ച് ഭാര്യമാരും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മിദിയാൻകാർ വന്നിട്ട് ശക്തമായി ഇസ്രായേലിനെ നശിപ്പിക്കുകയും തകർക്കുകയും ചെയ്യും. മിദിയാനും അതുപോലെ അമലേക്കും അമോര്യരും ഒക്കെ ഇവരിങ്ങനെയുള്ള പലരും വന്ന് ഇവരെ തകർക്കും. അങ്ങനെ ഒരിക്കൽ ഗിദെയോൻ എന്ത് ചെയ്തു? മിദിയാൻകാരെ മുഴുവൻ നശിപ്പിച്ചു. ആ വലിയൊരു യുദ്ധത്തിൽ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയപ്പോൾ ഗിദെയോനും തൻ്റെ 70 മക്കളെയും അവിടുത്തെ ജനക്കൂട്ടം മുഴുവൻ വന്ന് പറഞ്ഞു, ഗിദെയോനെ, നീ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. നീ ഞങ്ങളുടെ രാജാവായി ഇരുന്ന് ഭരിക്കണം, നീ ഞങ്ങൾ രാജാവാകണം എന്ന് പറഞ്ഞു. അന്നേരം ഗിദെയോൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഗിദെയോൻ പറഞ്ഞത്, ഞാനും എൻ്റെ മക്കളും നിങ്ങളെ ഭരിക്കത്തില്ല, എന്നാൽ കർത്താവ് നിങ്ങളെ ഭരിക്കും. കർത്താവ് ഭരിച്ചതുകൊണ്ടാണ് നമുക്ക് യുദ്ധത്തിൽ ജയിക്കാൻ പറ്റിയത്. അപ്പോൾ അത്രമാത്രം ദൈവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടിരുന്ന ഗിദെയോൻ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു തെറ്റുപറ്റി. അദ്ദേഹം പറഞ്ഞു, യുദ്ധത്തിൽ മിദിയാൻകാരിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണമോ കണ്ടാഭരണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങളെല്ലാം കൂടെ യുദ്ധത്തിൽ വിജയിച്ച് കിട്ടിയ സ്വർണമെല്ലാം കൂടെ കൊണ്ടുവന്ന് ഗിദെയോന് കൊടുത്തു. ഗിദെയോൻ ഇതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി. ദേ ഈ കാണുന്ന വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കി. എന്നിട്ട് നഗരത്തിൽ അത് സ്ഥാപിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബൈബിൾ എഴുതിയിട്ടുള്ള ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കൂ. ന്യായാധിപന്മാർ 8 അധ്യായം 26 വാക്യം, 26-27 വാക്യം വായിച്ചു നോക്കാം. അവന് ലഭിച്ച പൊൻകുണ്ടങ്ങളുടെ തൂക്കം 1700 ഷെക്കേലായിരുന്നു. മിദ്യാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന കണ്ഠഭാരണം, പതക്കം, ചെങ്കുപ്പായം, ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവയ്ക്ക് പുറമെയാണിത്. ഗിദെയോൻ അവ കൊണ്ട് ഒരു എഫോദ് നിർമ്മിച്ചു, തൻ്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു. ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ചു. ഈ വിശുദ്ധ വസ്ത്രത്തെ ഇപ്പോൾ എന്ത് ചെയ്യുവാണ്? വർഷിപ്പ് ചെയ്യുവാണ്. പുരോഹിതൻ ഇത് ധരിച്ചിട്ടാണ് ദൈവത്തിന് വർഷിപ്പ് ചെയ്യാൻ പോകേണ്ടത്. ഇപ്പോൾ ഏഫോദിനെ ജനം ആരാധിക്കാൻ തുടങ്ങി. എല്ലാവരും പറയുന്നത് എന്താണ്? ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ വന്ദിക്കുന്നേ ഉള്ളൂ. ഞങ്ങളൊന്ന് പോയി അതിൻ്റെ മുമ്പിൽ പോയി ഒരു തിരികെത്തിക്കുന്നു, ഒരു പൂമാല ഇടുന്നു. അതിലിപ്പോൾ എന്നാ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. ദേ ഇവിടെ നോക്കിയാൽ മതി. ജനങ്ങൾ എന്ത് ചെയ്തു? ആരാധിച്ചു. ആരാ ഇത് നിർമ്മിച്ചത്? ഗിദെയോൻ. ഇനി താഴത്തെ വചനം നോക്കൂ. കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. ആര്? ഇസ്രായേൽ ജനങ്ങൾ കർത്താവിനോട് ഇതിനെ ആരാധിച്ച നിമിത്തം കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചു. ഇനി അടുത്ത വചനം നോക്കൂ. ഇത് ഗിദെയോനും കുടുംബത്തിനും കെണിയായി തീർന്നു. ഈ ചെയ്ത പ്രവൃത്തി ഗിദെയോനും അവന്റെ തലമുറയ്ക്കും കെണിയായി. ഗിദെയോന്റെ തലമുറയ്ക്ക് ഒരു വലിയ കെണിയായി മാറി. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കളഞ്ഞിട്ട് ഇപ്പോൾ മറ്റൊരു വസ്തുവുമായി അവർ ഉടമ്പടി എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ദൈവവുമായിട്ടുള്ള ഉടമ്പടി, അതാണ് വർഷിപ്പ്. ആ ഉടമ്പടി കളഞ്ഞിട്ട് ഇപ്പോൾ ഉടമ്പടി എന്തായി? ഒരു ഏഫോദിനോട് ഉടമ്പടിയായി. ആ ഉടമ്പടി ഈ ഏഫോദ് നിർമ്മിച്ചത് നിമിത്തം ഗിദെയോന്റെ കുടുംബത്തിന് അത് കെണിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരണദൂതൻ വന്ന് കുടുംബത്തിൽ കയറാനിടയായി. ഒരു മാനസിക രോഗമുള്ളവന്റെ ഒരു ഭൂതം വന്ന് കുടുംബത്തിൽ കയറാനിടയായി. അങ്ങനെ ഗിദെയോൻ മരണപ്പെടുന്നു. 33-34 വാക്യം കൂടെ വായിച്ചു നോക്കിയേ. ഗിദെയോൻ മരിച്ച ഉടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി. ഗിദെയോൻ മരിച്ചു. ഗിദെയോൻ എപ്പോൾ ഡെഡ് ബോഡിയായോ ആ ടൈം മുതൽ ഇസ്രായേലിൽ എന്ത് ചെയ്തു? കർത്താവിനോട് അവിശ്വസ്തത കാട്ടി, ദൈവത്തിനോട് അവിശ്വസ്തത കാണിച്ചു. അപ്പൊ ഗിദെയോൻ ജീവനോടുണ്ടായിരുന്നപ്പോ ഏഫോദിനെ ആരാധിച്ചു. അത് കെണിയായി. ഗിദെയോൻ എപ്പം മരിച്ചോ ആ ടൈമിൽ ഇസ്രായേലിൽ എന്ത് ചെയ്തു? ദൈവത്തിനെതിരെ അവിശ്വസ്തമായി പെരുമാറി. ഇനി എന്നിട്ട് എന്ത് ചെയ്തു? ബാൽ ദേവന്മാരെ ആരാധിച്ചു. അവര് നേരെ ബാൽ ദേവന്മാരുടെ പുറകെ പോയി. എന്നിട്ട് ബാൽ ബരീത്തിനെ തങ്ങളുടെ ദൈവമാക്കി. ബാൽ ദേവന്മാരിൽ ഒരു ദേവനാണ് ബാൽ ബരീത്ത്. നിങ്ങൾ ഈ കാണുന്ന
ബാൽബറീത്താണ് ഈ ദേവൻ. ഈ ദേവനെ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ബാൽസെബൂബ് എന്ന് പറഞ്ഞ ദേവനോളം വരുന്ന ശക്തി ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ബാൽസെബൂബ് എന്ന് പറഞ്ഞ ദേവൻ, ഈ കാണുന്ന ദേവൻ ഒരു ഈച്ചയെ പോലിരിക്കും. ഇത് എക്രോണിലെ ദേവനാണ് ബാൽസെബൂബ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ബാൽസെബൂബ് പുതിയ നിയമത്തിൽ വരുന്നുണ്ട്. യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അന്നത്തെ ഫരിസേയന്മാരും ജനപ്രതിനിധികളും വന്നിട്ട് പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബൽസെബൂബിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അപ്പോൾ അന്നേരുടെ വിശ്വാസം അനുസരിച്ച് ഭൂതങ്ങളുടെ ഏറ്റവും ടോപ്പ് തലവനാണ് ഈ ബൽസെബൂബ്. അപ്പോൾ ആ ബൽസെബൂബിനെ കൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് ഫരിസേയന്മാർ പറഞ്ഞ് യേശുവിനെ അപമാനിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നത് അല്ലെങ്കിൽ രോഗശാന്തി ചെയ്തിരുന്നത് ദൈവകരം കൊണ്ട്, പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരെയാണ് ഇവർ സംസാരിച്ചത്. യേശു അന്നേരം പറഞ്ഞത്, നീ വരാനിരിക്കുന്ന യുഗത്തിൽ പോലും രക്ഷയില്ല ദൈവാത്മാവിനെതിരെ സംസാരിച്ചാൽ എന്ന് പറഞ്ഞ താക്കീത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം, നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. അതായത് ഈ ബാൽസെബൂബിൻ്റെ ഉള്ള അതേ പവർ തന്നെ ബാൽബെറീത്തിന് ഉണ്ടെന്ന് കാനാന്യരുടെ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് എന്താണ്, ഇസ്രായേൽ ജനങ്ങൾ അവരുടെ ദൈവവും അവരും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്. കാനാന്യ ജനങ്ങൾ അവരുടെ ദൈവവും അവരുടെ ദൈവമായ ബാൽബെറീത്തും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഗിദെയോൻ മരിച്ച ഉടൻ തന്നെ യഹോവയായ ദൈവത്തെ ഇസ്രായേലിയർ കളഞ്ഞിട്ട് കാനാന്യരുടെ ഉടമ്പടിയുടെ ദേവനെ, അതായത് ബാൽബെറീത്തിനെ തങ്ങളുടെ ദേവനായി അവർ മാറ്റി. എന്നിട്ട് അവർ വർഷിപ്പ് മുഴുവൻ ബാൽബെറീത്തിനോടായി, പ്രാർത്ഥന മുഴുവൻ ബാൽബെറീത്തിനോടായി. അങ്ങനെ ബാൽബെറീത്തിന്റെ അമ്പലങ്ങൾ, ബാൽബെറീത്തിന്റെ പൂജകൾ, ബാൽബെറീത്തിന് വേണ്ടിയുള്ള പൂജകൾ, ബാൽബെറീത്തിനുള്ള സ്തംഭങ്ങൾ, ബാൽബെറീത്തിന്റെ അമ്പലത്തിനകത്ത് ക്യാഷ്, പൈസ കൊണ്ടിടുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടായി. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഉടമ്പടിയുടെ ഈ ദൈവവും മാനസിക രോഗവും തമ്മിലുള്ള, അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ സ്പിരിറ്റും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? നമ്മൾ അതാണ് നോക്കുന്നത്. നമുക്ക് ദൈവത്തെ ഒന്നുകൂടെ നമുക്കൊന്ന് സ്തുതിക്കാം, ശക്തിയോടെ ഒന്ന് സ്തുതിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിലാണ്. അവിടെയാണ് ഈ ബാൽബെറീത്ത് എന്ന് പറഞ്ഞ ഉടമ്പടിയുടെ ദേവനും ആ ദേവന്റെ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കിടക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ എൻ്റെ കൂടെ ആയിരിക്കുക. ഇവിടെ ശെക്കമിലെ ഒരു സ്ത്രീയുമായി ഗിദെയോനൊരു മകനുണ്ടായി. അവൻ്റെ പേര് അബീമേലെക്ക് എന്നാണ്. ഈ അബീമേലെക്കിന് ഗിദെയോന്റെ മറ്റു മക്കളെ, ഏകദേശം 70ഓളം വരുന്ന മറ്റ് സന്താനങ്ങളെയും അവരുടെ കുടുംബത്തിലുള്ളവരെയും ആ സഹോദരങ്ങളെയും അബീമേലെക്കിന് താല്പര്യമില്ല. അബീമേലെക്ക് എന്ത് ചെയ്തു? അവൻ ശെക്കമിൽ ചെന്നിട്ട് അവൻ്റെ അമ്മയോടും അവൻ്റെ കുടുംബക്കാരോടും ബന്ധുക്കളോടും പറഞ്ഞു, ഗിദെയോന്റെ 70 മക്കളും അവർ മുഴുവനും നിങ്ങളെ ഭരിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം, അതോ നിങ്ങൾ ഗിദെയോന്റെ ഒരാൾ ഭരിക്കുന്നതാണോ ഇഷ്ടം? അങ്ങനെ ആരാണോ നിങ്ങളെ ഭരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചിട്ട് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ അവൻ മാന്യനായി, എളിമയുള്ളവനായി, സ്നേഹമുള്ളവനായി അവൻ കാണപ്പെട്ടു. സത്യത്തിൽ അവൻ വഞ്ചകനായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, അബീമേലെക്കിന്റെ തന്ത്രം, അല്ലെങ്കിൽ അബീമേലെക്കിന്റെ അകത്ത് സ്പിരിറ്റ് വന്ന് കയറിയപ്പോൾ എന്ത് ചെയ്തു? കുടുംബത്തിലുള്ളവരുടെ പോയി തന്നെ രാജാവാക്കാനും മറ്റുള്ളവർ ഭരിച്ച് നിങ്ങളെ നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് സുരക്ഷിതമായ സമാധാനമായ അനുഗ്രഹങ്ങൾ തരാനും, വീട് തരാൻ, കുഞ്ഞുങ്ങളെ തരാൻ, നിങ്ങളുടെ സൗഭാഗ്യം നിലനിർത്താൻ, നിങ്ങൾക്ക് സാമ്പത്തികമായും ആരോഗ്യമായും എല്ലാം സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണമെങ്കിൽ ഞാൻ രാജാവായാൽ എല്ലാം നടക്കും. അപ്പോൾ നിങ്ങൾ എന്നെ രാജാവാക്കിയാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കി തരാമെന്ന് ഒരു തരത്തിലൂടെ പുള്ളി പോയി ശെക്കമിലുള്ള തൻ്റെ ബന്ധുക്കളോടും സഹോദരങ്ങളോടൊക്കെ പറഞ്ഞു. ഇവര് മറ്റ് ജനങ്ങളുടെ പോയി രഹസ്യത്തിൽ പോയി സംസാരിക്കാൻ തുടങ്ങി. മറ്റു ജനങ്ങളോട് രഹസ്യത്തിൽ പോയി സംസാരിച്ചു. രക്ഷയ്ക്ക് കാരണമായ സകലതിനെയും കട്ട് ചെയ്തു. എന്നിട്ട് പുള്ളിയിലേക്ക് അങ്ങ് ശ്രദ്ധ തിരിച്ചു. പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? അപ്പോൾ ഇതിനിടയിൽ മറ്റൊരു കാര്യം ചെയ്തു. ഈ ആൾക്കാരെല്ലാം കൂടെ ഒരുക്കിയപ്പോൾ ഇവരെല്ലാവരും കൂടെ ബാൽബെറീത്തിന്റെ അമ്പലത്തിൽ നിന്ന് 70 വെള്ളി നാണയം എടുത്ത് ഈ അബീമേലെക്കിന് സംഭാവന കൊടുത്തു. ബാൽബെറീത്ത് ആരാണ്? ഉടമ്പടിയുടെ ദേവൻ. അപ്പോൾ ദൈവം ആ ബാൽബെറീത്ത് നിന്നെ ഇസ്രായേലിയരുടെയും ശെക്കം നിവാസികളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും എന്താക്കി മാറ്റുവാണ്? രാജാവാക്കി മാറ്റുവാണ്. ഈ അബീമേലെക്ക് എന്ത് ചെയ്തു? ഈ ക്യാഷുമായി പോയി
കുറേ ചട്ടമ്പികളെ വാടകയ്ക്കെടുത്തു. ചട്ടമ്പികളെ വാടകയ്ക്കെടുത്തിട്ട് ഗിദെയോൻ്റെ കുടുംബത്തിലേക്ക് പോയി. ഗിദെയോൻ്റെ 70 മക്കളെയും ഒരു കല്ലിൽ മറ്റൊരു കല്ല് വെച്ച് തല അടിച്ച് പൊട്ടിച്ച് സകലതിനെയും കൊല്ലാൻ തക്കവണ്ണം ഉള്ള ശക്തി ഈ അബീമേലെക്കിനുണ്ടായി. അബീമേലെക്കിന് ഈ ശക്തി എവിടെ നിന്ന് കിട്ടി? ബാൽബെറീത്തിൽ നിന്ന്. ബാൽബെറീത്ത് ആരാണ്? ഉടമ്പടിയുടെ ദേവൻ. ആ ഉടമ്പടിയുടെ ദേവൻ അബീമേലെക്കിന്റെ അകത്ത് കയറിയപ്പോൾ അവൻ എന്താണ് വന്നത്? ഇപ്പോ മെന്റൽ. സ്വന്തം സഹോദരങ്ങളെ കൊല്ലണം, സ്വന്തം അപ്പന്റെ ബ്ലഡിൽ പിറന്നവരെ തകർക്കണം. അതിനുവേണ്ടി അവൻ ഗുണ്ടായുസത്തിന് ആൾക്കാരെ എടുത്തു. അവനെ കൊണ്ട് പറ്റാതായപ്പോൾ ഗുണ്ടായുസത്തിന് ആൾക്കാരെ എടുത്തു. എന്നിട്ട് അവരുമായി പോയി കൊട്ടേഷൻ ടീം. ബാൽബെറീത്ത് കൊടുത്ത പണം കൊണ്ടുപോയി കൊടുത്തു, കൊന്നു, കൊല വിളിച്ചു, തകർത്തു. അപ്പോൾ ഗിദെയോൻ കർത്താവിൻ്റെ മുമ്പിൽ അവിശ്വസ്തനായപ്പോൾ, ഏഫോദ് ഉണ്ടാക്കിയപ്പോൾ എന്ത് സംഭവിക്കുവാണ്? കെണിയായി മാറി, സംരക്ഷണം നഷ്ടമായി. മനസ്സിലാവുന്നുണ്ടോ? ഗിദെയോന്റെ മക്കൾ യുദ്ധത്തിൽ ചെയ്ത് വിജയിപ്പിച്ചതാണ്. പക്ഷേ ഏഫോദിനെ ആരാധിക്കാൻ തക്കവണ്ണം മക്കളും ഗിദെയോനും കൂടെ ചെയ്തു കൊടുത്തപ്പോൾ ദൈവിക സംരക്ഷണവും മാറി. ശത്രു വന്ന് കൊല്ലാൻ തുടങ്ങി. മാനസിക രോഗി വന്ന് കൊല്ലാൻ തുടങ്ങി. സ്വന്തം സഹോദരനാ, എടുത്തോണ്ട് നടന്നതാ, ഒരു കാലത്ത് പരിപാലിച്ചതാ, അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞതാ. ഇന്ന് അവൻ കൊലയാളിയാ. ഇന്ന് നീ നിന്റെ മകൾക്ക് വേണ്ടി നീ ഉടമ്പടി എടുക്കും, മകന് വേണ്ടി ഉടമ്പടി എടുക്കും, അപ്പന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി ഉടമ്പടി എടുക്കും. ഈ വചന വ്യവസ്ഥയിൽ അവരാർക്ക് വേണ്ടി ഉടമ്പടി എടുക്കുന്നത്? കൊലയാളിക്കും മെന്റൽ പേഷ്യൻറ്റിനും. ഇനി അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഉടമ്പടിയുടെ ദേവന് അന്നത്തെ പൂജാരിമാർ ചെയ്തിരുന്ന ഒരു സംഭവമുണ്ട്. ഈ ബാൽബെറീത്തിന്റെ പൂജാരിമാർ ഒരു കാര്യം ചെയ്തിരുന്നത്, ഈ ശക്തി എപ്പോഴും ഉടമ്പടിയുടെ ദേവൻ നമ്മുടെ കൂടെ നിൽക്കാൻ ഈ ബാൽബെറീത്തിന്റെ ചെറിയ ചെറിയ ശില്പങ്ങൾ, രൂപങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ പപ്പീറസിലോ അല്ലെങ്കിൽ കല്ലുകളിലോ ലോഹങ്ങളിലോ ഉണ്ടാക്കി ചെറിയ തകിട് പോലെ വച്ചിട്ട് അതിൽ ബാൽബെറീത്തിന്റെ പേരോ അല്ലെങ്കിൽ ബാൽബെറീത്തിന്റെ രൂപമോ വച്ചവർ കൊടുക്കും. ഇത് ജനങ്ങളുടെ പോക്കറ്റിലോ അവരുടെ തുണിയിലോ അവരുടെ ബാഗുകളിലോ വീടുകളിലോ ഇവർ സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഇവരുടെ ജീവിതത്തിൽ വന്നാൽ പെട്ടെന്ന് ഈ ചെറിയ രൂപമെടുക്കും, അവരതിന് ഉമ്മ വയ്ക്കും, അതിനെ അവരെ ആശ്രയിക്കും. ഇത് ബാൽബെറീത്തിനുള്ള വർഷിപ്പാണ്. എപ്പോഴും എന്ത് ചെയ്യും? ബാൽബെറീത്തിന്റെ ഒരു വിഗ്രഹം, ബാൽബെറീത്തിന്റെ ഒരു സ്റ്റാച്യു അവരുടെ കയ്യിൽ ഉണ്ടാകും. ചെറിയ ലോക്കറ്റ് തരത്തിൽ ഒന്നുകിൽ വസ്ത്രത്തിൽ കെട്ടിയിടും, അല്ലെങ്കിൽ ബാഗിൽ വയ്ക്കും, അല്ലെങ്കിൽ ശരീരത്തിൽ കെട്ടിയിടും. ഒരു ശത്രു ഫ്രണ്ടിൽ വന്നാൽ ശത്രുവിനോട് ആക്രമിക്കാൻ വേണ്ടി എപ്പോഴും എന്താ ചെയ്യുന്നത്? ഈ കാശിരൂപം, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കാശിരൂപം, അത്രേ കാണുന്നുള്ളൂ. ഈ കാശിരൂപം പോലിരിക്കുന്ന ഈ സാധനം എന്ത് ചെയ്യുവാണ്? അവർ ഉമ്മ വയ്ക്കുന്നു, അതിനെ കയ്യിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്തുവാണ്? PSC പരീക്ഷ എഴുതാൻ പോയി, കാശിരൂപം വന്ന് നടന്ന് ഉത്തരം കാണിച്ചു തന്നു. വായിച്ചിട്ടുണ്ടോ? IELTS എക്സാം എഴുതിന് പോയി, ഉടമ്പടി എടുത്തപ്പോൾ ആ ഉടമ്പടി എടുത്ത ഭൂതത്തിന്റെ കാശിരൂപം വന്നിട്ട് കാണിച്ചു തരുക. ഇത് തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ബാൽബെറീത്തിന്റെ ക്ഷേത്രത്തിലും നടന്നത്. സ്തോത്രം. കേരളത്തിൽ ഇന്നലെ പൊട്ടിമുളച്ച സംഭവമല്ല ഇത് കാനാന്യ നാട്ടിൽ നിന്ന് വന്ന ദുർഭൂതമാണ്. ദൈവത്തിന്റെ കർത്താവായ യഹോവയ്ക്കെതിരെ വെല്ലുവിളിച്ച ദുർഭൂതം യേശുവിന്റെ രക്തത്തെ സ്വീകരിച്ചവരെ തകർക്കാൻ വേണ്ടി ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ നിന്റെ ദേശത്ത് പൂണ്ടു വിളയാടുവാണ്. അതിൽ ചില ലോകധാരികൾ നിന്നെ വിടുന്നെങ്കിൽ മരണത്തിലേക്കാണ് നീ പോകുന്നതെന്ന് അറിഞ്ഞുകൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കാൻ ഒരുവനും കാണില്ല. നിന്റെ കുടുംബത്തിൽ ഒരു മരണം വന്നാൽ നിന്നെ വിട്ടവന്മാർ ഒരുത്തനും കാണത്തില്ല രക്ഷിക്കാൻ. നീ ഏത് ആശുപത്രി പോയാലും അത് നിന്നെ കടയും. ഏത് മനുഷ്യന്റെ മുമ്പിൽ പോയാലും നീ കരയേണ്ടി വരും. അത് സംഭവിക്കുന്നതിന് മുമ്പ് കുടുംബമേ യേശുവിന്റെ രക്ഷയിലേക്ക് തിരിച്ചുവാ നീ. സ്തോത്രം. ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ലാഭം? ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ട് കാശ് തരുന്നുണ്ടോ? ഞങ്ങൾ കാശ് വാങ്ങുന്നുണ്ടോ? നിന്റെ എന്ന് കാശ് വാങ്ങുന്നത് ഭൂതമാ. നിന്റെ തലമുറയെ രക്ഷിക്കാന്ന് പറഞ്ഞ് കാശ് വാങ്ങുന്നത് ഭൂതമാ. അത് രക്ഷിക്കത്തില്ല. ഞങ്ങൾ പറയുന്ന രക്ഷ സൗജന്യമാണ്. യേശുവിന്റെ രക്തത്താലുള്ള രക്ഷ സൗജന്യമാണെന്ന് അത് പ്രാപിച്ചെടുക്കാനാണ് കുടുംബമേ നിന്നോട് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഈ ബാൽബെറീത്തിന്റെ ബ്ലെസ്സിങ് കിട്ടിയ ഈ വ്യക്തി, ഇദ്ദേഹം ഗിദെയോന്റെ കുടുംബത്തെ മാത്രമല്ല കൊന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് ഷെക്കേം നിവാസികളോട് തന്നെ അവജ്ഞ തുടങ്ങി. ഭയങ്കര ദേഷ്യമായി. അതായത് ആരാണോ അബീമേലെക്കിനെ രാജാവായി നിയമിച്ചത്,
ആരാണോ അബിമലക്കിന് വേണ്ടിയിട്ട് കയറിയിറങ്ങി പ്രവർത്തിച്ചത്, ആ ദേശത്തിലുള്ളവരെ മുഴുവനും അബിമലക്കിന് ശത്രുതയായി. അവരെവിടെ നിന്നാലും അവരെ കൊല്ലുക, അവരുടെ തലമുറകളെ കൊല്ലുക. അതായത് പക്ക പ്രാന്ത് അബിമലക്കിന്. അവസാനം ജനങ്ങളെല്ലാവരും കൂടെ ബാൽബെറീത്തിൻ്റെ അമ്പലത്തിൻ്റെ കോട്ടയിൽ കയറി. ഏകദേശം ഒരു 5000-ഓളം വരുന്ന സ്ത്രീകളും പുരുഷന്മാരും കൂടെ കയറി അഭയം കണ്ടു. ബാൽബെറീത്തിൻ്റെ ഉടമ്പടി ദേവൻ്റെ എല്ലാവരും കാശുരൂപമൊക്കെ എടുത്ത്, ഉടമ്പടി ദേവാ ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഉടമ്പടി ദേവാ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങനെയാണല്ലോ. ഈ 5000 പുരുഷന്മാരും സ്ത്രീകളും കൂടെ ബാൽബെറീത്തിൻ്റെ കോട്ടയിൽ കയറിയിരുന്ന് ഉടമ്പടി ദേവാ. നമ്മുടെ ഈ മാനസിക രോഗി അബിമലക്കിന് എന്ത് സംഭവിച്ചെന്നറിയോ? പുള്ളി അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്തോളണം. പുള്ളി ഒരു കെട്ട് വിറക് തോളത്ത് വെച്ചു, എന്നിട്ടൊരു മഴു കയ്യിലെടുത്തു. അപ്പം എന്തുവാ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ളവർക്ക് അറിയുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടേ, മാനസിക രോഗി അതല്ലേ ചെയ്യത്തുള്ളൂ. ഒരു കെട്ട് വിറക് തോളിൽ വെച്ചു, ഒരു മഴു കയ്യിലെടുത്തു. തൻ്റെ കൂടെയുള്ള പടയാളികളും ഒരു കെട്ട് വിറകെടുത്തു, മഴു കയ്യിലെടുത്തു. കൂടെ വന്നു, നേരെ ബാൽബെറീത്തിൻ്റെ അമ്പലത്തിൽ വന്നു. ഈ കോട്ടയ്ക്കകത്ത് കയറിയിരുന്നതിൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് വിറകങ്ങോട്ട് പൊടിച്ചു ഇട്ടു, കത്തിച്ചു. ആ ഉടമ്പടി ദേവാ രക്ഷിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം ദഹിച്ച് ചാകേണ്ടി വന്നു, ചത്ത് ചാമ്പലായിന്ന്. ഞാൻ ഈ പറയുന്ന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിനകത്തുള്ള സംഭവമാണ്. നിന്റെ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നീ അത് വായിക്കണം. ഒരു മാനസിക രോഗിയേക്കാൾ കഠോരമായ ഒരവസ്ഥ. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് ഇവനിങ്ങനെ കൊല ചെയ്യാനുള്ള പ്രേരണയാ. നോക്കിയപ്പോൾ മറുസ്ഥലത്ത് വേറെ കുറെ ആൾക്കാർ കയറിയിരിക്കുന്നു, അതുങ്ങളെയും കൊല്ലാൻ പോയി. അങ്ങനെ ഈ ബാൽബെറീത്തിൻ്റെ ഗോപുരത്തിൻ്റെ അടിയിലിരുന്ന സകലതിനെയും കൊന്നു. ബാൽബെറീത്തിന് രക്ഷിക്കാനൊന്നും ശക്തിയില്ല, ബാൽബെറീത്ത് രക്ഷിക്കാനും വന്നില്ല. ദൈവത്തോട് വിളിച്ച ദൈവവും വന്നില്ല. കാരണം ഇപ്പോൾ ഉടമ്പടി മൊത്തം ഭൂതത്തോടായി. പറഞ്ഞു വരുന്നത് നീ അറിഞ്ഞുകൊള്ളുക. അവസാനം ഈ ബാൽബെറീത്തിൻ്റെ ബാൽബെറീത്തിൻ്റെ അമ്പലത്തിൻ്റെ ഒരു ഗോപുരത്തിലിരുന്ന കുറേ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഇവൻ ഇങ്ങനെ വന്നപ്പോൾ ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു ആട്ടുകല്ല് അല്ലെങ്കിൽ അരകല്ലോ ആട്ടുകല്ലോ പോലുള്ള ഒരു കല്ലെടുത്ത് ഇവൻ്റെ തലമണ്ടയ്ക്കൊരൊറ്റ അടിയടിച്ചു. ഈ അബിമലക്കിൻ്റെ ഒന്നാമതേ ബോധമില്ല, ഭ്രാന്ത്. അവൻ്റെ തലമണ്ടക്കിട്ട് ഒരൊറ്റ അടിയടിച്ചു. അവൻ്റെ തലമണ്ട പൊട്ടി അവിടെ വീണു. പെട്ടെന്ന് അവൻ്റെ അംഗരക്ഷകനോട് പറഞ്ഞു, ഒരു സ്ത്രീ മൂലം ഞാൻ മരിച്ചെന്ന് നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ നാണക്കേടാ, അതുകൊണ്ട് നീ എന്നെ അങ്ങ് കൊല്ലടാന്ന് പറഞ്ഞു. അങ്ങനെ അംഗരക്ഷകൻ എന്ത് ചെയ്തു? അവനെ കുത്തിക്കൊന്നു. ഇതാണ് ഉടമ്പടി എടുക്കാൻ പ്രേരിപ്പിക്കുന്നവനും ഉടമ്പടി എടുക്കാൻ ഫ്രണ്ടിൽ നിൽക്കുന്നവനും, അത് ലോഹയാണെങ്കിലും ലോഹയല്ലെങ്കിലും, അതിന് എത്ര മാന്യമായിട്ട് സംസാരിച്ചാലും, എത്ര സൗമ്യതയോടുകൂടി സംസാരിച്ചാലും, എത്ര കഠോരമായി സംസാരിച്ചാലും, ക്രിസ്തുവിൻ്റെ വൈരിയാണെങ്കിൽ അത് നാളെ നിന്റെ ശത്രുവാണ്. ക്രിസ്തുവിൻ്റെ വൈരിയാണെങ്കിൽ നാളെ നിനക്കും ശത്രുവായിരിക്കും. അറിഞ്ഞുകൊള്ളണം, യേശു ആ വ്യക്തിയെ സ്നേഹിച്ചു, യേശു ആ വ്യക്തിയെ രക്ഷിക്കാൻ വന്നു. ആ വ്യക്തി എന്ത് ചെയ്തു? യേശുവിനെ കൊല്ലാൻ കൂട്ടുനിന്നു. യേശുവിനെതിരെയാണ് ഒരു വ്യക്തി നിന്നിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നതെങ്കിൽ നാളെ നിന്നെയും അവൻ നശിപ്പിക്കും. ഇതാണ് മാനസിക രോഗമാകുന്നത് ഉടമ്പടി എടുത്ത്. ഇനി നിങ്ങൾ പറ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കറിയാവുന്നവർ പോയി ഉടമ്പടി എടുത്തതിൽ എത്ര കുടുംബത്തിലാണ് ഇങ്ങനെയുള്ള വൻ വിപത്ത് വരാൻ പോകുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ കാൽവരിയുടെ രക്തത്തിന് വിലയില്ലേ? യേശുവിൻ്റെ രക്തത്തിന് വിലയില്ലേ? യേശുവിൻ്റെ രക്തത്തെ അപമാനിക്കുക സാത്താൻ്റെ തന്ത്രമാണ്. അതൊരു ഗ്രൂപ്പിൻ്റെ ഒന്നുമല്ല കേട്ടോ, ഒരു വ്യക്തിയുടെ ഒന്നുമല്ല, സാത്താൻ്റെ തന്ത്രമാണ്. സാത്താൻ ഒരുവനിൽ കയറിയപ്പോൾ അവന് വെളിപാടുണ്ടാകുന്നു, അവൻ ദർശനം കാണുന്നു, അവൻ പല കാര്യങ്ങൾ ചെയ്യുന്നു, യേശുവിൻ്റെ രക്തത്തിനെതിരെ പരിപാടി ഒപ്പിക്കുന്നു. സാത്താൻ്റെ തന്ത്രം അബിമലക്കിൽ കയറിയപ്പോൾ അബിമലക്ക് എന്ത് ചെയ്യുന്നു? അബിമലക്ക് ജനങ്ങളെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു, രാജ്യത്തെ നശിപ്പിക്കുന്നു, സ്ത്രീ ജനങ്ങളെ സകലം നശിപ്പിക്കുന്നു. അവസാനം അവൻ്റെ അന്ത്യവും ഒരു സ്ത്രീയുടെ കയ്യാൽ തീർന്നു. ഇത്രയേ ഉള്ളൂ. അബിമലക്ക് തീർന്നു, അബിമലക്കിൻ്റെ സാമ്രാജ്യം തീർന്നു. പക്ഷെ ബാൽബെറീത്തിൻ്റെ ആത്മാവ് ഇന്നും ലൈവാണ്. ബാൽബെറീത്തിൻ്റെ ആത്മാവ് ഇന്നും നിന്റെ വീട്ടിലുണ്ടെങ്കിൽ അതിനെ പിഴുതു കളയാൻ നീ ക്രിസ്തുവിൻ്റെ വചനത്തിൽ വന്നേ പറ്റത്തുള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നാമം, മഹത്വം, കാൽവരിയിലെ രക്തം, ഇത് നിനക്ക് വേണ്ടി കരയുകയാണ്. സ്തോത്രം. കാൽവരിയിലെ രക്ഷ സൗജന്യമാണ്. ആർക്ക് വേണമെങ്കിലും വരാം.
എത്ര കഠോരമായ പാപം ചെയ്തവരും കർത്താവായ യേശുവേ എൻ്റെ മേൽ കരുണയാകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ രക്തം നിന്നെ സകല പാപങ്ങളിൽ നിന്നും പോക്കി ശുദ്ധീകരിച്ച് വീണ്ടും പുതിയ ഉടമ്പടിയിലേക്ക് നിന്നെ നയിക്കുന്ന രക്തമാണ്. സ്തോത്രം. ആ വിശ്വാസത്തിന്റെ, ആ വിശുദ്ധിയുടെ, പരിശുദ്ധിയുടെ രക്തത്തെ കളഞ്ഞിട്ട് ഒരു സാത്താൻ ഒരുക്കിയ മൺവിഗ്രഹത്തിന്റെ കൂടെ പോകല്ലേ എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുവാണ്. പ്രിയപ്പെട്ടവരെ, വിഗ്രഹങ്ങൾക്കെതിരെ ഞങ്ങൾ സംസാരിക്കുന്നത് ഒറ്റ ഒരു ഉദ്ദേശം കൊണ്ടാണ്. അതിൽ ദൈവമില്ല, അതുകൊണ്ടാണ്. അതിൽ ദൈവമേ ഇല്ല, ദൈവത്തിൻ്റെ ഒരു പ്രസൻസും ഇല്ല. അതിനെ ആരെങ്കിലും ബ്ലസ് ചെയ്തെന്ന് പറഞ്ഞാലും, ആരെങ്കിലും ബ്ലസ് ചെയ്തു, അത് വ്യഞ്ചരിച്ചത് കൊണ്ടാണ് അതിനകത്ത് ശക്തിയുള്ളത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഈ കാണുന്ന വിഗ്രഹം ഓക്ലഹോമയിൽ പ്രതിഷ്ഠിച്ച ഒരു വിഗ്രഹമാണ്. ഈ വിഗ്രഹത്തിൻ്റെ പേര് സാത്താൻ എന്നാണ്. ഈ വിഗ്രഹത്തിൻ്റെ, സാത്താൻ്റെ പഴയ പേര് ലൂസിഫർ എന്നാണ്. ലൂസിഫർ എന്ന് പറഞ്ഞാൽ മാലാഖയാണ്, അരുണോദയ പുത്രൻ ലൂസിഫർ. ഇതിനെ ആനാൻ വെള്ളം തളിച്ച് നിനക്ക് വിശുദ്ധനാക്കാമോ? ഒരു വ്യഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു മൺവിഗ്രഹത്തിനകത്ത് ദൈവിക ശക്തി വരുമെങ്കിൽ ഇതും ഒരു വിഗ്രഹമാണല്ലോ. ഇതിനകത്ത് നിനക്ക് ദൈവത്തിൻ്റെ ശക്തിയെ വ്യഞ്ചരിച്ച വെള്ളത്തിലൂടെ കയറ്റിത്തരാമോ? അത് സാധ്യമല്ലെങ്കിൽ ഇതും നടക്കത്തില്ല. സ്തോത്രം. കാരണം വിഗ്രഹം ശപിക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. യേശുവിൻ്റെ നാമം നിങ്ങളുടെ മേൽ എപ്പോഴും വ്യാപരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.